ഹലോ ഫ്രണ്ട്സ്, സുൽഫീസ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ക്രിസ്മസ് തീമിലുള്ള ഒരു ഹെയർ ബാൻഡാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ ദാ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം എന്തായാലും റെഡും വൈറ്റും കോംബോ അല്ലേ, അപ്പം നമുക്ക് കുറച്ച് റെഡും വൈറ്റും ഫോം ഫ്ലവർ എടുക്കാം, ഒരു സാറ്റിൻ ബോ വൈറ്റ് കളർ എടുക്കാം, പിന്നെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുക്കാം. അപ്പം നമ്മൾ ആ ഫെൽറ്റ് ഷീറ്റ് ആ സാറ്റിൻ ബോയുടെ ഒരു സൈഡ് തൊട്ട് സെൻറ്റർ വരെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് പീസ് കട്ട് ചെയ്തിട്ട് അതേ അളവിൽ ഒരു പീസ് കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇച്ചിരി നീളം കൂട്ടിയെടുത്തോ, കാരണം ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മുറിച്ച് കളയാം. നീളം കുറഞ്ഞു പോയാൽ പ്രശ്നമല്ലേ. അപ്പോൾ ദാ 2 പീസ് നല്ല ലെവലിൽ കട്ട് ചെയ്ത് നമ്മളിനി അതിനകത്ത് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഫ്ലവേഴ്സിന് ചിലതിന് ബാക്കിലിങ്ങനെ കമ്പി കാണും, ചിലത് കാണത്തില്ല. അപ്പോൾ കമ്പി ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യാൻ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു ഭാഗം വൈറ്റ് ആണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് റെഡ് ആയിരിക്കും വരുന്നത്. അത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നേരെ സെയിം കളർ ഒരേ നിരയിൽ വരുത്താൻ പറ്റും. പക്ഷെ ഞാനിന്ന് 2 കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഒരു റെഡ് ഒട്ടിച്ചു, ഒരു വൈറ്റ് ഒട്ടിച്ചു. ഇനി ആ വൈറ്റിൻ്റെ ഭാഗത്ത് റെഡ് ഒട്ടിക്കും, റെഡിൻ്റെ ഭാഗത്ത് വൈറ്റും ഒട്ടിക്കും. കണ്ടല്ലോ, ഇടവിട്ട് നമ്മൾ ഒട്ടിക്കുക. ആദ്യം ബാക്ക് വശത്തെ കമ്പി കട്ട് ചെയ്ത് റെഡിൻ്റെ കൂടെ വൈറ്റ് ഒട്ടിച്ചു, വൈറ്റിൻ്റെ കൂടെ റെഡ് ഒട്ടിച്ചു. കണ്ടല്ലോ, അങ്ങനെ നമ്മൾ ആ ഫെൽറ്റ് ഷീറ്റ് ഫുള്ള് കംപ്ലീറ്റ് അത് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മുടെ B7000 ഒട്ടിക്കിട്ടാൻ ഇച്ചിരി താമസമാണ്. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ ഒട്ടിക്കിട്ടിയാൽ നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ അതാ വൈറ്റ് റെഡ് ആ ഒരു ലെവലിൽ നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം ഫുൾ കവർ ചെയ്ത് നമ്മൾ റായിൽ ഇത് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഒരു എന്താ പറയുന്നത്, പകുതി പോർഷൻ വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ്ട് പല മോഡലിൽ നമുക്ക് ഹെയർ ബോ ചെയ്യാൻ പറ്റും ഈ ഫ്ലവർ വെച്ച്. അപ്പോൾ ഇതൊരു മോഡൽ. ഇതിന് മുമ്പ് ഞാനൊരെണ്ണം ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാ റെഡ് വൈറ്റ് അത്രയും ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. ഇത് തന്നെ ഈ 2 ലെയർ വെക്കുന്നതിന് പകരം ഒറ്റ ലെയറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അതും ഭംഗിയാണ്. ഇപ്പം ഞാനിത് 2 ലെയർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒറ്റ ലെയറായിട്ടും 2 ലെയറായിട്ടും ചെയ്യാം. പിന്നെ അതാണ്ട ഫെൽറ്റ് ഷീറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചും ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലെ കമ്പി കണ്ടില്ലേ, അത് ചുറ്റിയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ അതാണ്ട നമ്മളത് ഒട്ടിച്ച ശേഷം മറ്റേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫെൽറ്റ് ഷീറ്റ് ഇതിൻ്റെ ബാക്കിൽ വെച്ച് ആ സെയിം അളവിലൊന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതാണ്ട നമ്മളിനി അതിനെ 2ആയിട്ടൊന്ന് മടക്കണം. നീളത്തിൽ മടക്കിയിട്ട് 2 സൈഡിലും ചെറിയൊരു കട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഹോളിൽ കൂടെ നമ്മുടെ ഹെയർ ബാൻഡ് ഇതാണ്ട കയറ്റി കൊടുക്കുന്നതുണ്ടോ. ഇതിനെ നമുക്കിത് ഇങ്ങനെ കയറ്റാം, അല്ലെങ്കിൽ അത് മറിച്ചു വിടാം, തിരിച്ചു വിടാം. ഇപ്പം നമ്മളിത് ഇങ്ങനെ ഇടുന്നത്. എന്നിട്ട് 2 സൈഡും ആ ഹെയർ ബാൻഡിൽ കണക്റ്റ് ആകുന്ന ആ 2 സൈഡിലും ആ നടുക്ക് ഭാഗത്തും ഗ്ലൂ തേച്ചിട്ട് നമ്മളത് നന്നായിട്ട് ആ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഗ്ലൂ തേക്കുന്ന ഉടനെ തന്നെ അതങ്ങ് ഒട്ടത്തില്ല, കുറച്ച് സമയം പിടിക്കും. ഇതിപ്പം ഞാൻ ലൈവായിട്ട് കാണിക്കുന്നത് കൊണ്ട് ഒട്ടിക്കിട്ടാതെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇളകി ഇരിക്കുന്നത്. പക്ഷേ എല്ലാം ചെയ്ത് ഇച്ചിരി സമയം വെച്ച് കഴിയുമ്പോഴത്തേന് സാധനം നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിയിരിക്കും. വേണ്ട നമ്മൾ എന്നിട്ട് ആ ഒട്ടിച്ച ആ പേപ്പറിൽ നിറച്ച് ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ ഫ്ലവറിൻ്റെ സെറ്റ് അതിനകത്ത് ഒട്ടിച്ചെടുക്കണം. എന്താണ്ട നമ്മുടെ ഹെയർ ബാൻഡ് കണ്ടോ, ഇത്രയായി. അപ്പം ഇങ്ങനെ വേണേലും നമുക്ക് ഇത് ഉപയോഗിക്കാം. നമുക്ക് ഇതിനകത്ത് വീണ്ടും വേണേൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനകത്ത് ചെറിയൊരു വർക്ക് കൂടെ ചെയ്യാം. അപ്പോൾ അതാ വെള്ള ഫ്ലവറിൽ നമ്മൾ കുഞ്ഞ് മെറൂൺ മുത്ത് അല്ല ചുമല മുത്ത് വെള്ള ഫ്ലവറിൻ്റെ മേളിൽ, അപ്പോൾ ഒത്തിരി ചെറുതായതുകൊണ്ട് ഞാനൊരു 3 മുത്ത് അതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ 3 മുത്ത് ചുമല കളറിലത് ആ വെള്ള ഫ്ലവറിൽ വെക്കുന്നു. പിന്നെ
അത്ര ഇതിൽ 3 മുത്ത് ആ ഒരു എത്ര ഫ്ലവർ വെച്ചാൽ നമ്മൾ ചെയ്തേക്കുന്നത് അത്രയും വെള്ള ഫ്ലവറിലും 3 ചുമല മുത്ത്. അത് അത്രയും ചെറുതായിട്ടാണ്, അല്ല ഒറ്റ വെച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് റെഡിനകത്ത് വെക്കാൻ എനിക്ക് ആ അളവിലുള്ള ചുമല മുത്ത് കിട്ടിയില്ല. അപ്പം നമുക്ക് ഒരു 2 mm സൈസിലുള്ള വൈറ്റ് മുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ വെള്ള മുത്ത് നമ്മൾ ആ റെഡ് ഫ്ലവറിലും വെച്ചു. റെഡിനകത്ത് റെഡ് വെച്ചാൽ എടുപ്പ് വരത്തില്ലല്ലോ. അപ്പം നമ്മളത് വൈറ്റും വെച്ചു. നമ്മുടെ റായ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം ഇതുപോലെ ക്രിസ്മസ് തീമിലുള്ള മറ്റ് ഹെയർ ബാൻഡ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്